മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം മനുഷ്യൻ യഥാർത്ഥത്തിൽ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. വെള്ളം കുടിക്കാൻ, കള്ള് കുടിക്കരുതെന്നാണ്. ചായ കുടിക്കാം, പക്ഷെ ചാരായം കുടിക്കരുതെന്നാണ്. യുക്തിവാദത്തിനും നാസ്തികതയ്ക്കൊന്നും ഇത് യഥാർത്ഥത്തിൽ വിഷയമല്ല. എന്നാൽ ദൈവിക ദർശനം ഈ വിഷയത്തിൽ കൃത്യമായി മനുഷ്യനായി ജീവിക്കണമെങ്കിൽ, ഭൂമിയിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധ്യമാകണമെങ്കിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്നു. പക്ഷിമൃഗാദികൾക്ക് സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം അത് പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യന് പക്ഷേ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടാണ് ആ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മലമൂത്ര വിസർജനം മുതൽ അന്നപാനീയങ്ങളിൽ അടക്കം ഒരു രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെ എന്നുള്ളിടത്തേക്ക് വരെ വിശാലമായി കിടക്കുന്ന മാർഗനിർദ്ദേശം ആ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നൽകപ്പെട്ട ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാത്തിലും എന്തുണ്ടായിരിക്കും? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു കൾച്ചർ. ഇപ്പോൾ മലമൂത്ര വിസർജന രംഗത്ത് വരെ ഇപ്പോൾ നമ്മളൊക്കെ പോയി പലപ്പോഴും ഉണ്ടല്ലോ ഈ ബസ് സ്റ്റാൻഡിലൊക്കെയുള്ള മൂത്രപ്പുരയിൽ പോയി മൂത്രമൊഴിക്കല്ലോ. ആ മൂത്രമൊഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അറപ്പ് തോന്നും. കാരണം ആളുകൾ ഇങ്ങനെ മൂത്രം ഒഴിക്കും, അതിൽ തുപ്പിയിട്ടും കൊണ്ട് പോരും ചെയ്യും. നമ്മളിങ്ങനെ സങ്കല്പിച്ചാൽ അറിയാൻ പറ്റും. അതിൽ മൂത്രമൊഴിച്ചിട്ട് അതിൽ തുപ്പിയിട്ടുണ്ട് പോരും. പക്ഷെ പാടില്ലെന്നാ പറയുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്ത്? മൂത്രമൊഴിച്ചാൽ കഴുകണം, മാത്രമല്ല തുപ്പാൻ പാടില്ല മൂത്രത്തിൽ നിന്ന്. അത് പറയുന്നത് ഒരു ഉദാഹരണം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് രാജ്യഭരണം വരെ മനുഷ്യന് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ, ഉപദ്രവമില്ലാത്ത വിധത്തിൽ എങ്ങനെ ആക്കാം എന്ന സംസ്കാരമാണ് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്.